സ്ത്രീകൾ പഠിക്കാൻ പോവേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ജോലിക്ക് പോവേണ്ട ആവശ്യമില്ല. അവരെപ്പോഴും വീട്ടിൽ നിൽക്കുക. കാരണം നമ്മുടെ മെൻസസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരാഴ്ച മെൻസസ്, ഒരാഴ്ച ഓവുലേഷൻ്റെ ടൈം, ഇതൊക്കെ ആവുമ്പോൾ തന്നെ നമുക്കുണ്ടാവുന്ന വേദനകളും സ്ട്രെസ്സും ഒക്കെ അടങ്ങിയ ഒരു ലൈഫാണല്ലോ പ്രത്യേകിച്ചും ലേഡീസിൻ്റെ. അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുക എന്നുള്ളതാണ് ആദ്യമൊക്കെ എൻ്റെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ജീവിതം പഠിപ്പിച്ചു തന്നു സ്ത്രീകൾ ജോലി ചെയ്യുക അല്ലെങ്കിൽ പഠിക്കാൻ പോവുക, ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത്. ഈ സ്ത്രീകൾക്ക് എപ്പോഴും മൈൻഡ് എപ്പോഴും എൻഗേജ് ആക്കുക എന്നുള്ളതാണ് നമുക്ക് മൂഡ് സ്വിങ്സിനൊക്കെ ഉള്ള പരിഹാരം. വിവാഹം കഴിഞ്ഞ ഒരുവിധം പെൺകുട്ടികളിലും ഡിപ്രഷന് മെയിനായിട്ട് വരുന്ന സംഭവമാണ്, പ്രത്യേകിച്ചും പ്രഗ്നൻസി സമയത്ത്. അതല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഓരോരോ ഇഷ്യൂസ്, അവർ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ, ഇതിനൊക്കെ തരണം ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് വഴി ഒന്നെങ്കിൽ അവരെ പഠിക്കാൻ പോവുക അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതുമാത്രമല്ല, ഒരു ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ ലൈഫിനെ തന്നെ അത് നല്ല പോലെ എഫക്റ്റ് ചെയ്യും. ഞാൻ പോയിന്റ് ചെയ്യുന്ന രണ്ട് കാര്യമാണ് കേട്ടോ. വർക്ക് ലൈഫ് ബാലൻസിങ് ആണ്. രണ്ടു പേർക്കും വർക്ക് ചെയ്യാനുണ്ടായാൽ നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് ഒരുപാട് ഫൈനാൻഷ്യൽ ഇഷ്യൂസിനെ പരിഹാരം കാണാൻ പറ്റും. രണ്ടാമത്തെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്താ പറയുക, പൊതുവെ ഭർത്താക്കന്മാർ പറയും ഭാര്യമാരെടുത്തൊന്നും ഒരു സമാധാനം ഇല്ല. കാരണം എന്താ, അവർക്ക് പറയാനുണ്ടാവും അമ്മ നാത്തൂന് അങ്ങനെ ഫൈനാൻഷ്യലി കുട്ടികൾ അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് ഓരോരോ ഇഷ്യൂസ് ഒക്കെ കേൾക്കാം. പക്ഷെ പഠിക്കാൻ പോകുന്ന ഒരാൾക്ക് ഏറ്റവും കൂടുതൽ പറയാനുണ്ടാവുക അവിടുത്തെ ഓരോരോ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ പറഞ്ഞാൽ അവരെ കമ്മ്യൂണിക്കേഷൻ വല്ലാണ്ട് ഇമ്പ്രൂവ് ആവുമെന്ന്. അവർക്ക് തമ്മിൽ സംസാരിക്കാൻ നല്ല നല്ല കാര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ വീട്ടിലത്തെ കാര്യങ്ങൾ ഇഷ്യൂസിനൊക്കെ എപ്പോഴെങ്കിലും ഒരു സമയമേ കാണുള്ളൂ. കിട്ടണ്ടല്ലോ, പിന്നെന്താ ടോക്കെ ഉണ്ടല്ലോ, അതങ്ങോട്ട് ഇല്ലാണ്ടാക്കാം.